ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇതേ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെയാണെങ്കിൽ വൈകിട്ട് നല്ല മഴക്കാറ് വെച്ചാൽ ഞാൻ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തില്ല. കാരണം മഴ പെയ്യുമ്പോൾ എന്തായാലും ചാറ്റൽ മഴയെ കൊണ്ട് ഇവിടെയൊക്കെ എന്തായാലും നനയും. പക്ഷേ മഴ പെയ്തില്ല എന്ന് തോന്നുന്നു. മുറ്റൊന്നും നനഞ്ഞങ്ങനെ കിടപ്പില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ താഴെ കിച്ചണിലോട്ട് വന്ന് അങ്ങനെ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിട്ട് കിച്ചണിൽ പിന്നെ രാവിലെ തന്നെ നല്ല രീതിക്ക് തന്നെ വെയിലടിക്കും കേട്ടോ. അപ്പം ഞാൻ ഹാളിലോട്ട് വന്ന് ഹാളിലെ ജനലും കൂടി ഒന്ന് തുറന്നിട്ടാൽ തന്നെ അത്യാവശ്യം എന്താ പറയുക വെട്ടമൊക്കെ നന്നായിട്ട് തന്നെ കയറും. നല്ല വെയിലും ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ലൊരു വെളിച്ചം നമ്മുടെ അകത്ത് കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ പതിവ് റൊട്ടീനായ ക്ലീനിങ്ങിലോട്ട് പോയിട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് എല്ലായിടും ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനൊക്കെ ചെയ്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് കുക്കിംഗ് വ്ളോഗായിട്ട് എടുത്ത് തരാനായിട്ട് ആരുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രൈപോഡ് വെച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റണില്ല. അതിന് കുക്ക് ചെയ്യണതൊക്കെ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് ഞാൻ അപ്പം മറന്നു പോവും. എന്തെങ്കിലും വീഡിയോ എടുത്ത് വെക്കണം. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോവും. പിന്നെ എന്തെങ്കിലും ചില പരീക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. ആദ്യം അത് ചെയ്ത് സക്സസ് ആവണമെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഒരു ദിവസം ഒരു വീഡിയോയോടുകൂടി അത് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. എവിടെ പിന്നെ ചെയ്യാനായിട്ടൊരു മടിയായിരിക്കും. അങ്ങനെ ഞാൻ ചായക്കൊക്കെ വെച്ചിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ചായക്കൊക്കെ വെച്ചു. അപ്പോൾ മോളിവിടെ ഇല്ല. മോൾ എൻ്റെ വീട്ടിലാണ്ട് കുറച്ച് ദിവസമായി നിൽക്കാൻ പോകണം. നമ്മൾ 3 പേരുള്ള നമ്മൾ 3 പേർക്കുള്ള ചായ ഏലക്കയൊക്കെ കുത്തിയാലോട്ട് ഇടണേ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല. കാരണം കുറച്ച് പഴം ഇരുന്നത് കുറച്ച് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പോൾ കറി കാച്ചിയത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ബറാത്ത് രാവിനൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കൂലേ, ഓരോരുത്തരല്ല നമ്മൾ കൂടുതൽ ഉണ്ടാക്കണമെന്നൊക്കെ ആ ടൈമിനാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നിൽക്കണം. അപ്പോൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ നന്നായിട്ട് എന്താ പറഞ്ഞാൽ ചൂടിൻ്റെ തുണന്ന് ഭയങ്കര ദാഹവും വിശപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അടുത്ത പണിയിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ കറി കാച്ചതിന് മെയിനായിട്ട് വേണ്ട നമ്മൾ പൊടി വാട്ടിയെടുക്കില്ല അരിപ്പത്തിരിക്കൊക്കെ, അതുപോലെ വാട്ടിയിട്ട് ഉണ്ട പിടിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട്. പിന്നെ കുറച്ച് പരിപ്പ്, അത് നമ്മൾ എന്താണ് ഒരുപാട് വെന്തലിയണ്ട, ഒരിങ്ങനെ നല്ല ഇങ്ങനെ എന്താ പറയുക പൊടിയാത്ത രീതിയിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഇത്തിരി പരിപ്പ് ഞാൻ കുക്കറിലോട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ വേണ്ടത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എൻ്റെ ഈ കുക്കറിൽ പെട്ടെന്ന് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 3 വിസിലൊക്കെ മതിയാവും. അപ്പോഴേക്കും ഞാൻ എൻ്റെ പൊടിയൊക്കെ വാട്ടാനായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ആ പൊടിയൊക്കെ ചൂടാറി കഴിഞ്ഞ ശേഷമാണ് ഞാനിതുപോലെ ബോൾസാക്കി എടുക്കണം കേട്ടോ. ഇനി കുഞ്ഞു ബോൾസാക്കി പലരും പല ഷേപ്പിലാണ് എടുക്കുന്നത്. ചിലവരിങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നീളനായിട്ടൊക്കെ എടുക്കും. ഞാനിങ്ങനെ എടുക്കാറ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൊന്ന് പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കും കേട്ടോ ഈ ബോൾസാക്കി എടുത്തിട്ട്. അപ്പോൾ ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചിരവാനുള്ള മടി കൊണ്ട് തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് എപ്പോൾ ഞാൻ തേങ്ങ വെട്ടുമ്പോഴും അത് കൊത്തേപ്പാടി അടർന്ന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ച് തണുപ്പാറിയ ശേഷം ആ കൊത്താക്കിയെന്ന് വെച്ചാൽ കത്തി വെച്ച് അടർത്തിയെടുത്തിട്ട് ഇതുപോലെ കൊത്താക്കിയെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കും, ക്രഷ് ചെയ്തിങ്ങനെ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരക്കണ ജാറിലിട്ടിട്ട് വെള്ളമൊഴിച്ച് അരച്ചിട്ടാണ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഇനി കറികൾക്കാണെങ്കിലും അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. ഇനി അതുപോലെ നമ്മൾ വെട്ടണത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ചിലവിൽ തന്നെ എടുക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനേ നോക്കുള്ളൂ. പിന്നെ ചിലവാൻ നിൽക്കില്ല. കാരണം നമ്മൾ ചിലവ് കഴിഞ്ഞാലത് മൊത്തം തേങ്ങ കൊത്തേപ്പാട് ഇങ്ങോട്ട് വരും എന്തായാലും. അപ്പോൾ ഞാനൊരു ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു എളുപ്പമാർഗ്ഗം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ തേങ്ങ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ സ്റ്റൗവിൽ വെച്ചിട്ടേ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കത്തി വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വിട്ടുപോരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് നമുക്ക് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് പാൽ എടുത്ത്
ആദ്യം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനുള്ളത്. ഇതിൻ്റെ ഞാൻ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ ഇതിൽ. അങ്ങനെ നമ്മുടെ രണ്ടാം പാലിൽ നമ്മുടെ ഈ പൊടി ഇങ്ങനെ ബോൾസാക്കി വെച്ചില്ലേ, അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനാണ്, അല്ലെങ്കിലും പൊടിക്കൊരു ഉപ്പ് ഇടണം അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച പരിപ്പും പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പഴം ഉണ്ടായിരുന്നു, അത് നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പരിപ്പ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ആ പഴവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ ഡീറ്റെയിലായിട്ട് ഞാൻ ഇതിൽ കാണിക്കണില്ല, പഴമൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷെ പഴം ഇടണതൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. പലരും പല രീതിക്ക് ഉണ്ടാക്കും. ഞാൻ ഇതിൽ താളിപ്പൊന്നും ഇടണില്ല കേട്ടോ. ഉള്ളി വറുത്തിട്ടൊക്കെ ഇടും, കശുവണ്ടി മുന്തിരിയൊക്കെ ഇടുന്നവരുണ്ട്. നെയ്യിൽ താളിച്ചിട്ട് ഞാൻ ജസ്റ്റ് മുകളിൽ നെയ്യ് ഒഴിക്കാറുള്ളൂ. കാരണം എനിക്ക് താളിച്ച ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെയുള്ള ഈ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ താളിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. അതിലിവിടെ ആയിരിക്കാൻ നിർബന്ധവുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കുറുകി വന്നോളും. പിന്നെ ഒരുപാട് തിക്കാക്കി എടുക്കാതിരിക്കണായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മൾ സെർവ് ചെയ്യണ ടൈമിന് ഒന്നും കൂടി അത് തിക്കായിട്ടുണ്ടാവും. ഇനി ഇത് പഴമൊക്കെ അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാലില്ല, അതും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണിട്ട് എന്താ ഉണ്ടാക്കാനായിട്ട്. ആ ബോൾസ് ഉണ്ടാക്കലും പരിപ്പ് വേവിക്കാനുള്ള ടൈമേ ആവുന്നുള്ളൂ. അതൊക്കെ പെട്ടെന്ന് ആവൂല. അപ്പോൾ എല്ലാം വെന്തോന്നപ്പോൾ ലാസ്റ്റ് ഞാൻ ആദ്യത്തെ പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്നര പൊട്ടുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉച്ചക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ രാവിലെ ഇത് മതിയായില്ല. ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കണത്. കാരണം പഴം എന്തെങ്കിലും ബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പഴം വാങ്ങിച്ചാൽ അങ്ങനെ പോകില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ വെറുതെ പഴം തിന്നൽ കുറവാണ്. അപ്പോൾ 4 എണ്ണ ഇരുന്നിട്ട് നന്നായിട്ട് അത്യാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇനി ചിലപ്പോൾ വെറുതെ കൊടുത്താലും വാട്ടിയാലൊന്നും ചിലപ്പോൾ കഴിക്കാൻ ചാൻസില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തലേ ദിവസം ഞാൻ പ്ലാൻ ചെയ്ത് കിടന്നതാണ്. അപ്പോൾ ഒരു മധുരത്തിന് കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. ഈ ബോൾസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട്, പഴമൊക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.